ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെത്തോലി റെസിപ്പിയുമായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് നോക്കാം. എന്നിട്ട് മീൻ ചട്ടി എടുത്ത് വെക്കാം. ചട്ടിയിൽ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് കറിവേപ്പില ഇട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കൊച്ചുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി അങ്ങനെ ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ വഴറ്റി വരുമ്പോൾ ഒരു ബ്രൗൺ കളറിലായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റി നല്ല ബ്രൗൺ കളറിൽ തക്കാളി വെന്ത് വരുന്ന പരുവത്തിലാവുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അത് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എരിക്ക് ആവശ്യമായി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മെയിൻ താരമാണ് നമ്മുടെ പുളിവെള്ളം. അതൊന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ അതിൽ നമ്മുടെ നെത്തോലി പറക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും ഇട്ട് 2 പച്ചമുളകും ഇട്ട് ഒന്ന് അടച്ച് വെച്ച് നോക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ നെത്തോലി കറി ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബൈ.